മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, നമ്മുടെ ഫാമിലി വ്ലോഗേഴ്സ് ആയിട്ടുള്ള പ്രശ്നം ഇപ്പൊ യൂട്യൂബിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ അവരുടെ പ്ലാറ്റ്ഫോം യൂട്യൂബ് ബേസ് ചെയ്തിട്ട് വന്ന് പറഞ്ഞു. അതിന് പിന്നാലെ കൊട പിടിച്ചിട്ട് കുറെ കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാരും പണി കാര്യങ്ങളില്ലാത്ത ആൾക്കാരും അതുമ്മ പിടിച്ച് തൂങ്ങിക്കിടന്ന് നടക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അവർക്ക് എങ്ങനെ അവരുടെ ചാനലിൽ റീച്ച് ആക്കാം, അവരുടെ ആൾക്കാര് സബ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ബേസിൽ അവർ നിൽക്കണം. അത് ലോക സഹജമാണ്. ഒരാളുടെ വീട്ടിൽ പ്രശ്നം നിന്ന് ഇപ്പുറത്ത് കാണുന്നവന് ചിരിയും തമാശയുക അല്ലേ. അപ്പോ അന്ന് നമ്മൾ 2018 വന്ന ഫ്ലഡും കൊറോണയും ആ ഒരു ബേസ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനൊന്നും നമ്മൾ നിൽക്കില്ല. അതാണ് മനുഷ്യര്, അതൊക്കെ മറക്കും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ, എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് വാഹനങ്ങൾ കുറെ ഉണ്ടല്ലോ, വാഹനങ്ങളുടെ റിവ്യൂസ് ചെയ്യൂ. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഏരിയയിൽ നമ്മുടെ ആ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ കാര്യം ഉണ്ടാവും, കണ്ടന്റുകൾ. അല്ലാതെ ഒരാളുടെ വീട്ടിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്തിനാ കണ്ടന്റ് ആക്കണേ? നമ്മള് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മള് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 100 കൂട്ടം പ്രശ്നങ്ങളായിരിക്കും. ഈ കോടിക്ക് ആസ്തിയായിട്ട് നിൽക്കുന്ന, ഇന്നിപ്പോ ഇന്ത്യയിൽ കോടിക്ക് ആസ്തിയായിട്ട് നിൽക്കുന്ന അംബാനി ഗ്രൂപ്പിന് എന്താ പ്രശ്നങ്ങളില്ലേ? യൂസഫ് അലിക്കാടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും അവരുടേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. സാമ്പത്തികം ഉള്ളവന് ഉള്ള ആ കുറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ സൈഡിൽ വീട്ടിൽ വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി സാമ്പത്തികം ഇല്ലാത്തവനോ അതിന്റെ ബുദ്ധിമുട്ടുകളും അതിനോട് തുടർന്ന് പിടിക്കുന്ന കുറെ കാര്യങ്ങളും അല്ലെ. ഇത് രണ്ടും ഇല്ലാത്തവന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ പ്രശ്നങ്ങളില്ലാത്ത ഭവനങ്ങളില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ. അത് നമ്മള് ഇപ്പൊ അവര് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കണം. പക്ഷെ ഓക്കെ, അതോടുകൂടി കഴിഞ്ഞു. നമ്മൾ കമന്റ്സ് വിടാം എന്നല്ലാതെ ബാക്കിയൊക്കെ ഇവിടുത്തെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും, ആരാണ് സത്യം ആരാണ് കറക്റ്റ് പറയണേന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കേരള പോലീസ് എന്നുള്ള ഒരു വിങ് ഉണ്ട് ഇവിടെ. അപ്പൊ അവരൊക്കെ നോക്കുന്നേ. പിന്നെ പരമ്പരകൾ ആ ഒരു ബേസിൽ നിൽക്കുന്ന കോടതി നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മളൊരു വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെന്തിനാ ഒരു വീട്ടിലെ പ്രശ്നം ഇങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കണേ? അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രശ്നങ്ങൾ അവര് പറഞ്ഞു തീർക്കും. ഓക്കെ, ഇപ്പൊ ആ കാര്യങ്ങള് നമ്മള് വീണ്ടും തുടർച്ചയാക്കണില്ല. ആ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസുകാർ കണ്ടുപിടിച്ച് അതിനുള്ള നടപടി ചെയ്തോളും കേട്ടോ. ഇതിപ്പോ സബ്സ്ക്രൈബ് ഇല്ലാത്ത ആൾക്കാരും വ്യൂസ് ഇല്ലാത്ത ആൾക്കാർ വരെ ഇതുമ്മ പിടിച്ചേക്കുക. അപ്പൊ അത് നിങ്ങള് മനസ്സറിഞ്ഞു പറയട്ടെ. ഈ ഒരു വീഡിയോ കാണുന്ന സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ പറയും, ഇവരൊക്കെ മനസ്സറിഞ്ഞിട്ടാണ് അത് ചെയ്യണേ? അല്ല, അവരുടെ ആ ഒരു ബേസ് അവരുടെ ചാനലില് അത് കാണണം എന്ന് വിചാരിച്ചിട്ടല്ലേ. എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, മോശമാണ് കേട്ടോ അതങ്ങനെ ചെയ്യണത്, മോശമാണ്. നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ആ വീടിന്റെ ഉള്ളിൽ തന്നെ പുല്ല് ചെത്താം, അല്ലെങ്കിൽ പശു തൊഴുത്തുണ്ടെങ്കിൽ പശു തൊഴുത്തൊന്ന് ക്ലീൻ ആക്കലും, പശുവിനെ കൊണ്ട് മേയ്ക്കാൻ പോണതും, ഇനി ബേഡ്സ് ഉണ്ടെങ്കിൽ ബേഡ്സിന് തീറ്റ കൊടുക്കണതും, അത് ഏത് ബേഡ്സ് ആണ്, ഇനിയൊന്നും വേണ്ട. പെറ്റ്സ് ഉണ്ട്, പട്ടിക്കുട്ടികളുണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്കൊരു കണ്ടന്റ് ആയിട്ട് ഇടാം. എത്രയോ നല്ലതാ അതൊക്കെ അല്ലെ. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ്, ചെയ്യണവര് ചെയ്തോട്ടെ. ഇനിയെങ്കിലും മനസ്സ് എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിഷമത്തിൽ നമുക്ക് ദുഃഖിക്കാം അല്ലെ. അത് വിറ്റ് നമ്മള് എങ്ങനെ അത് ചവിട്ടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ ശരിയല്ല കേട്ടോ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്, ആരെയും ഉദ്ദേശിച്ചിട്ട് കാര്യങ്ങളല്ല. എനിക്ക് അത് ചെയ്യണത് കുറെ ആൾക്കാർ ഇപ്പൊ കണ്ടു, അതിൽ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ആ മറ്റേ പയ്യന് ഇനി പെണ്ണ് കിട്ടുമോ, കുടിയനല്ലേ, അവനെ കെട്ടാൻ പോണ പെണ്ണ് ഇനി ഏതൊരു പെണ്ണ് അവനെ കെട്ടാൻ സമ്മതിക്കണ്ട, കാരണം അവൻ ഇങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾക്കറിയോ മച്ചമാരെ ഇത് സത്യമാണ് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്? എന്നെ സംബന്ധിച്ചിട്ട് ഇതിന്റെ എന്താ കാര്യം എന്നുള്ളത് അത് നിയമപാലകരും പോലീസുകാരും മാത്രമേ. നമ്മളൊരാളും അവിടെ ക്യാമറയായിട്ട് നമ്മുടെ കണ്ണുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോ നല്ല നിയമപാലകർ അവിടെ ഉണ്ട്. പ്രശ്നങ്ങൾ പല വീട്ടിലും പല കാര്യങ്ങളിലും ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പലയിടത്തും. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ പോണില്ല, അവരും അങ്ങനെ തരണം ചെയ്യും. നമ്മളത് കൂടുതൽ ഇനി ഇട്ടിട്ട് അവരുടെ മനസ്സിൽ വീണ്ടും 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 വിഷം കുത്തിവെച്ചു കൊടുത്ത് നശിപ്പിക്കല്ലേ എന്ന് ഞാൻ പറയണുള്ളൂ കേട്ടാ.
കാരണം 2-3 വീഡിയോയിൽ ഞാൻ കണ്ടു അവൻ ചെയ്തത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ മറ്റവർക്ക് എന്തായി ആകെ ഇവനോടാണ്, നമ്മളോടല്ല പക തോന്നാ, വീഡിയോ ഇടുന്ന ആൾക്കാരോടല്ല ഉള്ളിൽ വിഷമം തോന്നാ. ഇപ്പൊ അനിയനായാലും ചേട്ടനായാലും അമ്മയ്ക്കായാലും ആ പെൺകുട്ടിക്കായാലും പെൺകുട്ടിയുടെ വീട്ടുകാർക്കായാലും തിരിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷമം. ആ വീഡിയോ ഇടുന്നവനോട് ഒന്നും ഒരു വിഷമം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോ നമ്മളൊരാൾ മുഖേന അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മനസാക്ഷിയുള്ള ഓരോരുത്തരും ചിന്തിച്ചോളൂ. അപ്പൊ എന്തായാലും മച്ചവരെ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ, ശരിയാണെങ്കിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുക കേട്ടാ. സ്വാമി ശരണം.